ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ CPM നടത്തിയ ഏറ്റവും വൃത്തികെട്ട വർഗീയ പ്രചരണം കടത്തനാടൻ്റെ മണ്ണിൽ CPMന്റെ അടിത്തറ തന്നെ ഇളക്കുകയാണ്. പച്ചവർഗീയം എഴുതിപ്പിടിപ്പിച്ച് രാഷ്ട്രീയ പ്രചരണം നടത്തിയ CPM നേതാക്കൾ അതിൽ ഭരണസ്വാധീനം ഉപയോഗിച്ച് മുസ്ലിം ലീഗിൻ്റെ ചെറുപ്പക്കാരെ പ്രതികളാക്കാനും നന്നേ കഷ്ടപ്പെട്ടു. എന്നാൽ എല്ലാം പൊട്ടി പാളീസാകാൻ പോകുകയാണ് എന്നു മാത്രമല്ല, CPMലെ പ്രമുഖർ അഴിയെണ്ണാൻ പോവുകയാണ്. ഭരണം മാറിയപ്പോൾ കുറ്റ്യാടി MLA ആയ പാറക്കൽ അബ്ദുള്ളയുടെ ആദ്യത്തെ ആവശ്യം തന്നെ ഇതിലെ സത്യാവസ്ഥ പുറത്തു വരണം എന്നുള്ളതായിരുന്നു. അതുപ്രകാരം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഇടപെടൽ കുറ്റവാളികളായ CPMകാരുടെ അസ്ഥിവാരം തോണ്ടുകയാണ്. അതായത് കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ വടകര സ്ക്വാഡ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിലെ 5 അഡ്മിന്മാരെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്നു. ഹാജരാകാൻ നോട്ടീസ് നൽകിയത് പ്രകാരം വടകര ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ഇവരുടെ ചോദ്യം ചെയ്യൽ നടന്നത്. വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് വടകര സ്ക്വാഡ് ഗ്രൂപ്പിലാണ് ആദ്യം എത്തിയത് എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുതന്നെ CPMന്റെ ഇതിലെ പങ്ക് വളരെ വ്യക്തമാകുകയാണ്. ആര് വഴിയാണ് ഈ സ്ക്രീൻഷോട്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ എത്തിയത് എന്ന് കണ്ടെത്തിയ ശേഷം സ്ക്രീൻഷോട്ടിന് പിന്നിലെ ബുദ്ധി കേന്ദ്രമാരാണെന്ന അതിനിർണായക ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. ആ ബുദ്ധി കേന്ദ്രം ചിലപ്പോൾ പ്രധാനപ്പെട്ട CPM നേതാവ് തന്നെ ആകാനാണ് സാധ്യത. നിലവിൽ മുൻ കുറ്റ്യാടി MLA CPM നേതാവ് കൂടിയായ KK ലതിക ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിൽ DYFI വടകര ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റായിരുന്ന റിബേഷ് രാമകൃഷ്ണൻ, അതുപോലെ അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിൻ്റെ അഡ്മിൻ മനീഷ്, റെഡ് ബറ്റാലിയൻ വാട്സ് ഗ്രൂപ്പിൽ സന്ദേശം പ്രചരിപ്പിച്ച അമൽറാം എന്നീ 3 പേരെ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. റിബേഷിന് ഈ സ്ക്രീൻഷോട്ട് ലഭിച്ചത് വടകര സ്ക്വാഡ് എന്ന ഗ്രൂപ്പിൽ നിന്നാണെന്ന് കണ്ടെത്തിക്കഴിഞ്ഞു. ആദ്യം വലിയ വീരവാദം മുഴക്കിയ റിബേഷ് അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ തുടങ്ങിയതോടെ എല്ലാം തത്ത പറയുന്നത് പോലെയാണ് പറഞ്ഞത്. ഇതേ തുടർന്നാണ് ഗ്രൂപ്പിൻ്റെ 5 അഡ്മിന്മാരെ പ്രത്യേകമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട സംഭവം അന്വേഷിക്കാൻ UDF സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഒരാഴ്ച മാത്രം പിന്നിടുന്നതിനിടെയാണ് സ്ക്രീൻഷോട്ടിൻ്റെ ഉറവിടം സംബന്ധിച്ച അതിനിർണായക തെളിവുകളിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. വടകര ക്രൈംബ്രാഞ്ച് ഓഫീസിൽ DYSP മനോഹരൻ്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. റെഡ് എൻകൗണ്ടർ എന്ന ഗ്രൂപ്പിൽ റിബേഷ് രാമകൃഷ്ണനാണ് ഈ സ്ക്രീൻഷോട്ട് ആദ്യം പോസ്റ്റ് ചെയ്തത് എന്നായിരുന്നു പണ്ടത്തെ അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. അതായിരുന്നില്ല സത്യം. ഈ നിഗമനത്തിൽ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നതിനിടെയാണ് നിലവിലെ പ്രത്യേക അന്വേഷണ സംഘം റിബേഷ് ഉൾപ്പെടെയുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്തിരിക്കുന്നത്. വടകര സ്ക്വാഡ് എന്ന ഗ്രൂപ്പിൽ നിന്നാണ് ഈ സന്ദേശം ലഭിച്ചതെന്ന് ഇതോടെ വ്യക്തമായിരിക്കുന്നു. ഈ ഗ്രൂപ്പിൽ സന്ദേശം പോസ്റ്റ് ചെയ്ത തിരുവള്ളൂർ സ്വദേശിയും DYFIയുടെ വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ ജിതിൻ ഭാസ്കറിനെയും കഴിഞ്ഞ ദിവസം പോലീസ് ചോദ്യം ചെയ്തു. ജിതിൻ്റെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്ത പോലീസ് അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയാണ്. വളരെ ബുദ്ധിപൂർവമെന്ന് അവർക്ക് മാത്രം തോന്നുന്ന രീതിയിലാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMകാർ ഈ വർഗീയ കളി മുഴുവൻ കളിച്ചത്. യഥാർത്ഥത്തിൽ മണ്ടന്മാരായിരുന്നു അവർ. LDF സ്ഥാനാർത്ഥിയും CPM നേതാവുമായ KK ശൈലജയ്ക്കെതിരെ എതിരാളികൾ മതവിദ്വേഷം പരത്തുന്ന സന്ദേശങ്ങൾ ഉണ്ടാക്കി എന്നൊരു രീതിയിലായിരുന്നു ഈ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത്. തിരുവള്ളൂരിലെ MSF നേതാവ് മുഹമ്മദ് കാസിമിൻ്റെ ഫോണിൽ നിന്നാണ് ഈ സന്ദേശം അയച്ചതെന്ന രീതിയിലാണ് സ്ക്രീൻഷോട്ട് പ്രചരിച്ചത്. എന്നാൽ താനല്ല ഈ സന്ദേശം ഉണ്ടാക്കിയത് എന്നും വ്യാജമായി നിർമ്മിച്ചതാണെന്നും കാണിച്ച് പാവം കാസിം അന്നു തന്നെ പോലീസിൽ പരാതി നൽകി. തുടരന്വേഷണത്തിൽ വിവാദമായ സ്ക്രീൻഷോട്ട് ഇടത് അനുകൂല സൈബർ ഗ്രൂപ്പുകളായ വടകര സ്ക്വാഡ്, പോരാളി ഷാജി തുടങ്ങിയവരിൽ നിന്നാണ് ആദ്യം പ്രചരിച്ചത് എന്ന് കണ്ടെത്തി. ഇതിൽ തന്നെ വടകര സ്ക്വാഡ് എന്ന ഗ്രൂപ്പിലേക്കാണിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിക്കുന്നത്. ഈ വർഗീയ വിഷം ഒഴുക്കിയതോടെ അല്പമെങ്ങും ബാക്കിയുണ്ടായിരുന്നു എന്ന് തോന്നിച്ചിരുന്ന വടകര കുറ്റ്യാടി നാദാപുരം മേഖലയിലും CPMന്റെ അടിത്തറ തകർന്നമരുകയാണ്.